എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സോഷ്യോളജി ഫസ്റ്റ് സെമസ്റ്ററിലെ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് പാർട്ടിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളുടെ ഓരോ ചില യൂണിറ്റുകൾ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ചില പാർട്ടായിട്ടാണ് ഓരോ യൂണിറ്റും ചിലത് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് യൂണിറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം പഠിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യോളജി ആർ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സമൂഹശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റി സയൻറ്റിഫിക്കലി, ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യുക, സമൂഹത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ടു സ്റ്റഡി ഹ്യൂമൻ റിലേഷൻഷിപ്സ്, സമൂഹത്തിലെ മനുഷ്യരുടെ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ടു എക്സ്പ്ലെയിൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സമൂഹത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്നതിനോടൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ സാമൂഹിക സ്ഥാപനങ്ങളെ വിശദീകരിക്കുക, ഓരോന്നിൻ്റെയും ധർമ്മങ്ങൾ എന്താണ്, ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് എന്താണെന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ പ്രോബ്ലം, സമൂഹത്തിലുണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ടു അനലൈസ് സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റങ്ങളെ വിലയിരുത്തുക, വിശകലനം ചെയ്യുക. ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ, സമൂഹത്തിൻ്റെ ക്രമത്തെ നിലനിർത്തുക അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ടു ഇംപ്രൂവ് ഹ്യൂമൻ വെൽഫെയർ, മനുഷ്യൻ്റെ വെൽഫെയർ എന്ന് പറയുന്ന കാര്യത്തെ മെച്ചപ്പെടുത്തുക. ടു ഡെവലപ്പ് സയൻറ്റിഫിക് തിങ്കിങ്, സമൂഹത്തിൽ ശാസ്ത്രീയമായ അവബോധം ഉണ്ടാക്കിയെടുക്കുക. ടു പ്രൊമോട്ട് സോഷ്യൽ ജസ്റ്റിസ്, സമൂഹത്തിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തുക. ടു അണ്ടർസ്റ്റാൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സമൂഹത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം, സമൂഹത്തിൽ നിരവധി സംസ്കാരങ്ങളുണ്ട് അല്ലേ, ഓരോ സമൂഹത്തിനും ഓരോരോ സംസ്കാരങ്ങളാണ്. ഈ സാംസ്കാരിക വൈവിധ്യത്തെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇതൊക്കെയാണ് സോഷ്യോളജിയുടെ പഠന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, എങ്ങനെയാണെന്നുള്ളതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. നമ്മളുടെ ഇനി അങ്ങോട്ടേക്കുള്ള സമൂഹശാസ്ത്രത്തിൻ്റെ യാത്രയിലുടനീളം നമ്മൾ ഇതൊക്കെ തന്നെ ആയിരിക്കും പരിശോധിക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക. എന്തായാലും നിങ്ങളുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ മലയാളം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്ന കൂട്ടത്തിൽ തന്നെ മലയാളം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ രൂപത്തിൽ മലയാളത്തിൽ എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ ആ രൂപത്തിൽ മനസ്സിലാക്കിയെടുത്താൽ മതിയാകും. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ സോഷ്യോളജി പഠിക്കുന്നത്? വൈ ഡു വി സ്റ്റഡി സോഷ്യോളജി? എന്തുകൊണ്ടാണ് എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സോഷ്യോളജി പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യോളജി പല കാര്യത്തിലും നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്തിനൊക്കെയാണ്? ഒന്ന്, അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റിയാണ്. അതായത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സമൂഹം പ്രവർത്തിക്കുന്നത്? ഹൗ സൊസൈറ്റി ഫങ്ഷൻസ്. വൈ സൊസൈറ്റി ചേഞ്ചസ്, എന്തുകൊണ്ടാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക്, എങ്ങനെയാണ് സമൂഹത്തിലെ ഓരോ സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ പറയുന്ന സാമൂഹിക സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്? അപ്പോൾ സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഫാമിലി, പിന്നെ അതുപോലെ തന്നെ റിലീജിയൻ ഫാമിലി, മതം, കുടുംബം, അതുപോലെ തന്നെ മതം, പിന്നെ നമ്മൾ എക്കണോമി, സമ്പത്ത് പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, പിന്നെ പോളിറ്റി, അതായത് രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട 5 സാമൂഹിക സ്ഥാപനങ്ങൾ. ഇതല്ലാതെ വേറെയും സാമൂഹിക സ്ഥാപനങ്ങളുണ്ട് അപ്പം ഫാമിലിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മാരേജ് വേറൊരു സാമൂഹിക സ്ഥാപനമായിട്ട് കണക്കാക്കാം. കിൻഷിപ്പ്, ബന്ധുത്വം എന്ന് പറയുന്നതിനെ വേറൊരു സാമൂഹിക സ്ഥാപനമായി കണക്കാക്കാം. എന്തായാലും സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുകൂടി മനസ്സിലാക്കുക എന്നതാണ് ഈ സോഷ്യോളജിയിൽ സമൂഹത്തെ മനസ്സിലാക്കുക എന്നതുകൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യരുടെ പെരുമാറ്റങ്ങൾ. അതിനകത്ത് എങ്ങനെയൊക്കെയാണ്? വൈ പീപ്പിൾ കോപ്പറേറ്റ്, ആളുകൾ സഹകരിക്കുന്നുണ്ട് സമൂഹത്തിനകത്ത്. എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ പരസ്പരം സഹകരിക്കുന്നത്? വൈ പീപ്പിൾ ഫൈറ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ ചില സംഘട്ടനങ്ങളിൽ, അതായത് സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നത്? വൈ പീപ്പിൾ ഒബേ റൂൾസ്, എന്തിനാണ് ആളുകൾ നിയമങ്ങൾ പാലിക്കുന്നത്, റൂളുകൾ പാലിക്കുന്നത്, അനുസരിക്കുന്നത്?
വൈ പീപ്പിൾ വയലേറ്റ് ലോസ്. അതേസമയം എന്തുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നിയമങ്ങൾ ലംഘിക്കുന്നത്. ഇങ്ങനെ മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തികളെയും നമ്മൾ എന്ത് ചെയ്യുന്നു, മനുഷ്യൻ്റെ ഓരോ പെരുമാറ്റങ്ങളെയും നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി സോൾവ് സോഷ്യൽ പ്രോബ്ലംസ്, അതായത് സാമൂഹിക പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നുണ്ട് സോഷ്യോളജി പഠിക്കുന്നതിലൂടെ. എന്താണ് സോഷ്യോളജിയിൽ പഠിക്കുന്നത്? പോവർട്ടി, ദാരിദ്ര്യത്തെ പറ്റി പഠിക്കുന്നുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയെ പറ്റി പഠിക്കുന്നുണ്ട്. ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. കറപ്ഷൻ, അഴിമതികളെ പറ്റി പഠിക്കുന്നുണ്ട്. ചൈൽഡ് ലേബർ, അല്ലേ, അതായത് ഈ പറയുന്ന ബാലവേല, അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. ജെൻഡർ ഇന്നീക്വാലിറ്റി, അതായത് ഈ പറയുന്ന ലിംഗ അസമത്വങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാമൂഹിക പ്രശ്നങ്ങളാണ്, സോഷ്യൽ പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് ദീസ് പ്രോബ്ലംസ് ഹെൽപ്സ് ഗവൺമെൻറ്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെ സോഷ്യോളജിസ്റ്റുകൾ ഇവയെ പറ്റിയിട്ട് സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായി പഠിക്കുന്നത് കൊണ്ട് സർക്കാരുകൾക്കും വിവിധ കമ്മ്യൂണിറ്റികൾക്കുമൊക്കെ ഇതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതുമാത്രമൊന്നല്ല കേട്ടോ സോഷ്യൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്, ഇനിയും ഒരുപാടുണ്ട്. പിന്നെന്താ, പ്രൊമോട്ട് സോഷ്യൽ ഹാർമണി, അതായത് സമൂഹത്തിൻ്റെ ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ച. ഹാർമണി എന്ന് പറയുന്ന സാമൂഹിക ഐക്യം അല്ലെങ്കിൽ സാമൂഹിക സ്വരച്ചേർച്ച, ഇതിനെ ധാരാളം സോഷ്യോളജി പഠിക്കുന്നതിലൂടെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതിനെ മുന്നോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സോഷ്യോളജി പഠിക്കുന്നതിലൂടെ സോഷ്യോളജി എൻകറേജ് ടോളറൻസ്, സമൂഹത്തിലെ സഹിഷ്ണുത. ആളുകളെല്ലാവരും മതത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ അല്ലാതെ തന്നെ അതൊന്നും എന്താ ചെയ്യുക, മുഖവിലക്കെടുക്കാതെ ആളുകൾ ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ആ ടോളറൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യോളജി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കോപ്പറേഷൻ, അതുപോലെ തന്നെ പരസ്പര സഹകരണം. ടോളറൻസും സഹകരണവും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ടോളറൻസിനെ നമുക്ക് സഹിഷ്ണുത എന്ന് പറയാം. സഹിഷ്ണുത, ആളുകൾ പരസ്പരം എന്താ പറയുക, ഐക്യത്തോട് കൂടിയിട്ട് നിൽക്കുന്നു. സഹിഷ്ണുത. ഓക്കെ. ഇനി കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം. ഇനി ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം. പിന്നെ റെസ്പെക്റ്റ് ഫോർ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈവിധ്യങ്ങളെ ബഹുമാനിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യോളജി സമൂഹത്തിലെ ടോളറൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്, സമൂഹത്തിലെ കോപ്പറേഷനെ പറ്റി പഠിക്കുന്നുണ്ട്, സമൂഹത്തിലെ ഈക്വാലിറ്റിയെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള വൈവിധ്യങ്ങളെ, ഓരോ കമ്മ്യൂണിറ്റിയുടെയും സാംസ്കാരിക വൈവിധ്യങ്ങളെ സോഷ്യോളജി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ എന്താ സംഭവിക്കുന്നത്, സോഷ്യോളജി ഈ കാര്യങ്ങളൊക്കെ തങ്ങളുടെ പഠനങ്ങളിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുവഴി സമൂഹത്തിൽ ഒരു സാമൂഹിക ഐക്യം, സാമൂഹിക സ്വരച്ചേർച്ച ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പീസ്ഫുൾ എക്സിസ്റ്റൻസ്, അതായത് സമാധാനപൂർവ്വമുള്ള ഒരു ജീവിതം, എല്ലാവരും ഒന്നിച്ച് സമാധാനപൂർവ്വമുള്ള ജീവിതം, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി സപ്പോർട്ട് ഡെവലപ്മെൻറ്റ്, ഈ പറയുന്ന സോഷ്യോളജി തങ്ങളുടെ അറിവ് എന്ത് ചെയ്യുന്നുണ്ട്, വികസനത്തിന്, സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നുണ്ട്. സോഷ്യോളജിക്കൽ നോളജ് ഈസ് യൂസ്ഫുൾ ഇൻ എഡ്യൂക്കേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വർക്ക്, റൂറൽ ഡെവലപ്മെൻറ്റ്, അർബൻ പ്ലാനിംഗ്, പബ്ലിക് ഹെൽത്ത്, പോളിസി മേക്കിംഗ്. ഈ കണ്ട കാര്യങ്ങളിലൊക്കെ നമ്മുടെ സമൂഹശാസ്ത്ര പഠനങ്ങൾ തങ്ങളുടെ അറിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഈ കാര്യങ്ങളിലൊക്കെ സാമൂഹ്യശാസ്ത്രപരമായ അറിവുകളെ, സമൂഹശാസ്ത്രത്തിൻ്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അറിവുകളെ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സോഷ്യോളജിയുടെ നോളജ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്നുണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതായത് പൊതുഭരണം എന്ന് പറയുന്ന കാര്യത്തിൽ, അല്ലേ, ഇപ്പോൾ കളക്ട്രേറ്റിൻ്റെ കീഴിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മിനിസ്ട്രിയുടെ കീഴിൽ നടക്കുന്ന പൊതുഭരണത്തിൽ എങ്ങനെയായിരിക്കണം എന്ന്, സമൂഹം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഭരിക്കാൻ വേണ്ടിയിട്ട് സോഷ്യോളജിയുടെ അറിവ് സഹായിക്കുന്നുണ്ട്. സാമൂഹികപരമായിട്ടുള്ള നമ്മൾ പറയില്ലേ സോഷ്യൽ വർക്ക് എന്ന് പറയില്ലേ, ഈ സോഷ്യൽ വർക്കിനകത്തും സോഷ്യോളജിയുടെ അറിവ്, സമൂഹത്തെ മനസ്സിലാക്കിയിട്ട് വേണം സോഷ്യൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമീണ വികസനത്തിന് സോഷ്യോളജിയുടെ പഠനങ്ങൾ സഹായിക്കുന്നുണ്ട്. അർബൻ പ്ലാനിംഗ്, ഒരു നഗരാസൂത്രണം ചെയ്യുന്ന സമയത്ത് സോഷ്യോളജിയുടെ അറിവുകൾ അവിടെ സ്വീകരിക്കുന്നുണ്ട്. പബ്ലിക് ഹെൽത്ത്,
എന്താ പറയുക, ജനാരോഗ്യം എന്ന് പറയും. പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പൊതുജനാരോഗ്യം. ഈ പൊതുജനാരോഗ്യത്തിൻ്റെ കാര്യത്തിലും സോഷ്യോളജിയുടെ അറിവുകൾ സ്വീകരിക്കുന്നുണ്ട്, ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്നുണ്ട്. സോഷ്യോളജിസ്റ്റുകളുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ എന്താ, പോളിസി മേക്കിംഗ്. സമൂഹത്തിൽ പല പദ്ധതികൾ, സർക്കാരുകൾ കൊണ്ടുവരുന്ന പല പദ്ധതികളുണ്ടായിരിക്കും. ഇപ്പം ചൈൽഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ വികസനത്തിന് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ വികസനത്തിന് വേണ്ടിയിട്ട്, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യോളജിയിലുള്ള അറിവുകളെ സോഷ്യോളജിസ്റ്റുകൾ കൃത്യമായി പഠനങ്ങൾ നടത്തി സമൂഹത്തിനെ മനസ്സിലാക്കിയിട്ടുള്ള ആ അറിവുകളെ, ആ ആശയങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് സോഷ്യോളജിയുടെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിയുടെ സവിശേഷതകൾ എന്താണ്? ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. നേരത്തെ പറഞ്ഞത് അത്രത്തോളം അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് നിങ്ങളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് സോഷ്യോളജിക്കകത്തേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് കഴിഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമുക്ക് എന്തൊക്കെയാണ് സോഷ്യോളജിയുടെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. സോഷ്യോളജി ഈസ് എ സോഷ്യൽ സയൻസ്, അല്ലേ? സമൂഹശാസ്ത്രം ഒരു സാമൂഹിക ശാസ്ത്രമാണ്. സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്രം, സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹശാസ്ത്രം. അപ്പം സോഷ്യൽ സയൻസ് ആണ് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം എന്താണ്, സോഷ്യോളജിക്കകത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഹ്യൂമൻ സൊസൈറ്റി, മനുഷ്യ സമൂഹത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യ പെരുമാറ്റത്തെ പറ്റിയാണ് പഠിക്കുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹികമായുള്ള സ്ഥാപനങ്ങളെ പറ്റി പഠിക്കുന്നു. സോഷ്യൽ റിലേഷൻഷിപ്സ്, സാമൂഹിക ബന്ധങ്ങളെ പറ്റി പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ അൺലൈക്ക് നാച്ചുറൽ സയൻസസ്, സോഷ്യോളജി ഫോക്കസസ് ഓൺ പീപ്പിൾ ആൻഡ് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ നാച്ചുറൽ സയൻസ് പോലെയല്ല, പ്രകൃതിശാസ്ത്ര വിഷയങ്ങൾ പോലെയല്ല, കെമിസ്ട്രി, ബയോളജി പോലെയല്ല, സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത് ആരിലാണ്? ആളുകളിലാണ്, വ്യക്തികളിലാണ്. സമൂഹത്തെയും വ്യക്തികളെയും ആണ് ആര് ഫോക്കസ് ചെയ്യുന്നത്? സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യോളജി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വ്യക്തികളിലും സമൂഹങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സോഷ്യോളജിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു സോഷ്യൽ സയൻസാണ് സോഷ്യോളജി എന്ന് നമുക്ക് വിളിക്കാം. മനസ്സിലായോ? ഇനി സോഷ്യോളജി ഈ സയൻറ്റിഫിക്. സോഷ്യോളജി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു സോഷ്യോളജിയുടെ ഒരു പ്രത്യേകതയാണ്. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമാണ്, ശാസ്ത്രീയ വിഷയമാണ്. കാര്യം എന്താ, സോഷ്യോളജി ഒരു ശാസ്ത്രമാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇറ്റ് ഫോളോസ് ഒബ്സർവേഷൻ, നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റ കളക്ഷൻ, വിവരങ്ങൾ ശേഖരിക്കുന്നു, അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു. ഓരോ വിവരങ്ങളെ ഓരോരോ ഹെഡിങ് ആയിട്ട് പട്ടികപ്പെടുത്തി കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുക, വർഗീകരിക്കുക. ഇന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണമാണ്, കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണുങ്ങളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്ന കമ്മ്യൂണിറ്റിയുടെ ബേസിസിൽ ഇന്ന കമ്മ്യൂണിറ്റി, അങ്ങനെ ഞാൻ ഓരോരോ കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യുന്നു? വിവരങ്ങളെ മാറ്റുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ അനാലിസിസ് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു, അതിനെ വെരിഫിക്കേഷൻ ചെയ്യുന്നു. വീണ്ടും അത് എല്ലാ സമൂഹങ്ങളിലും, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ശേഖരിച്ച വിവരങ്ങളെ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്, അത് സത്യമാണോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ സാധാരണ ഒരു ശാസ്ത്ര വിഷയത്തിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ശാസ്ത്ര വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, നാച്ചുറൽ സയൻസുകളിൽ ചെയ്യുന്ന രീതികളാണ്. എന്ത് ചെയ്യും? നമ്മൾ നിരീക്ഷണങ്ങൾ നടത്തും, അതിനെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും, പിന്നെ അതുപോലെ തന്നെ അതിനകത്തുള്ള കാര്യങ്ങളെ നമ്മൾ വെരിഫൈ ചെയ്യും. നമ്മളിത് ബാധകമാണോ ശരിയാണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യും, അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യും, വർഗീകരണം ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ശാസ്ത്ര വിഷയത്തിനകത്ത് എന്ത് ചെയ്യാറുള്ളത്? കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അതുപോലെ ശാസ്ത്ര വിഷയങ്ങൾക്കകത്ത് എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ ചെയ്യുന്ന അതുപോലെ എന്ത് ചെയ്യുന്നു? സോഷ്യോളജിയും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. അതായത് ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കുന്നു എന്നതാണ് പ്രത്യേകത. ശാസ്ത്രീയമായ രീതികളാണ് ഈ പറഞ്ഞതൊക്കെ. ഇതൊക്കെ സോഷ്യോളജിയും ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യോളജിയെ നമുക്ക് എന്തെന്ന് പറയാം? ലോജിക്കൽ റീസണിങ് കൂടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്നൊരു പോയിൻ്റാണ്. നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മളുടെ ഒരു കോമൺ സെൻസ്, സാമാന്യ യുക്തിയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല നമ്മൾ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. പകരം എന്താണ്? ലോജിക്കൽ റീസണിങ്ങിൻ്റെ പുറത്താണ്, യുക്തിപൂർവമായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അപ്പോൾ ലോജിക് അല്ലെങ്കിൽ യുക്തി, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യം, ആ യുക്തിയിലേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാണ്? ഒബ്സർവേഷനിലൂടെ, ഡാറ്റ കളക്ഷനിലൂടെ, ക്ലാസിഫിക്കേഷൻസ് നടത്തിയിട്ട്, അനാലിസിസ് നടത്തിയിട്ട്, വെരിഫിക്കേഷൻസ് നടത്തിയിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ ലോജിക്കൽ റീസണിങ് വഴിയാണ്, അതായത് യുക്തിപൂർവമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഷ്യോളജി പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യോളജി ഫോളോ ചെയ്യുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകളാണ്, ശാസ്ത്രീയമായ രീതികളെയാണ്. അതുകൊണ്ട് സോഷ്യോളജിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു
ഒരു സയൻറ്റിഫിക് സബ്ജക്റ്റാണ് എന്ന് നമുക്ക് വിളിക്കാം. ഇനി അടുത്തത് പറയുന്നത് സോഷ്യോളജിയുടെ മറ്റൊരു സവിശേഷതയാണ് സോഷ്യോളജി ഈസ് എംപെരിക്കൽ. എംപെരിക്കൽ എന്ന് പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിൽ അനുഭവൈകവാദം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അനുഭവൈക പരം അല്ലെങ്കിൽ എംപെരിസിസം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിനെയാണ് നമ്മൾ അനുഭവൈകവാദം എന്ന് പറയാം. എംപെരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അനുഭവൈക പരം എന്ന് പറയും. അനുഭവം എന്നുള്ള വാക്കാണ് അവിടെ വരുന്നത്. എന്താണ് എംപെരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ഈസ് ബേസ്ഡ് ഓൺ. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? നിരീക്ഷണങ്ങൾ, ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എക്സ്പീരിയൻസസ്, നമ്മുടെ അനുഭവങ്ങളുടെ ബേസിസിലായിരിക്കണം. എവിഡൻസ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ ഒരു കാര്യം ഒരു അറിവാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കാര്യം എന്തായിരിക്കണം? നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്യപ്പെടണം, തെളിയിക്കപ്പെടണം. എങ്കിൽ മാത്രമാണ് ഒരു കാര്യത്തെ നമുക്ക് അറിവായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇതിനെയാണ് നമ്മൾ എംപെരിസിസം അല്ലെങ്കിൽ എംപെരിക്കൽ എന്ന് പറയാം. നമ്മൾ വെറുതെ അങ്ങ് സങ്കല്പിക്കുകയല്ല. ഇൻസ്റ്റെഡ് ഓഫ് ഇമാജിനേഷൻ ഓർ ബ്ലൈൻഡ് ബിലീഫ്, നമ്മൾ അന്ധമായി ഒരു കാര്യത്തെ വിശ്വസിക്കുകയോ അന്ധമായി ഒരു കാര്യത്തെ സങ്കല്പിച്ചെടുത്തിട്ടോ ഇതാണ് ശരി അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് ശരി എന്ന് നമ്മൾ അങ്ങനെ അന്ധമായി പറയാതെ, അന്ധമായി വിശ്വസിക്കാതെ, നമ്മൾ സങ്കല്പിച്ചെടുക്കാതെ, നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് സങ്കല്പിച്ചെടുക്കാതെ ഒരു കാര്യം ഒരു അറിവായിട്ട് ഈ സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലെന്തുണ്ടായിരിക്കണം? അത് നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒന്നായിരിക്കണം. അതുകൊണ്ടാണ് സോഷ്യോളജിയിലുള്ള എല്ലാ അറിവുകളും ഈ രൂപത്തിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു എംപെരിക്കൽ സയൻസാണ്, ഒരു എംപെരിക്കൽ ശാസ്ത്രമാണ്, ഒരു അനുഭവൈകപരമായിട്ടുള്ള ശാസ്ത്രമാണ്, സയൻസാണ്. കാര്യം സോഷ്യോളജിയിൽ ഏതൊരു കാര്യവും ഈ പറയുന്ന രീതികളിലെ നമ്മൾ അറിവായിട്ട് സങ്കല്പിക്കുകയുള്ളൂ, അല്ലാത്തതൊന്നും നമ്മൾ അറിവായിട്ട് സങ്കല്പിക്കില്ല. സോഷ്യോളജി ഈസ് ഒബ്ജക്റ്റീവാണ്, വളരെ വസ്തുനിഷ്ഠമാണ് സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒബ്ജക്റ്റീവ് മീൻസ് ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ്, ഫ്രീ ഫ്രം ഇമോഷൻസ്, ബേസ്ഡ് ഓൺ ഫാക്ട്സ്. സോഷ്യോളജിയിൽ ഒരു അറിവ് നമ്മൾ അറിവായിട്ട് സങ്കല്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു വസ്തുവിനോട് എന്തെങ്കിലും, നമ്മൾ ഒരു വസ്തുവിനെ പഠിക്കുമ്പോൾ ആ വസ്തുവിനോട് എന്തെങ്കിലും ഇഷ്ടമോ താല്പര്യമോ നമുക്കുണ്ടാവില്ലല്ലോ. അതുപോലെ ഒരു ഒബ്ജക്റ്റിനോട് നമുക്കൊരു താല്പര്യമോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനൊരു കല്ലിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ഒരു കാറ്റിനെ പറ്റിയിട്ടോ പഠിക്കുന്നു, ഞാൻ അതിനെ വളരെ ഒബ്ജക്റ്റീവായിട്ട് കാണുക. അതായത് ആ വസ്തുവിനെ ആ വസ്തുവായിട്ട് കാണും. ആ വസ്തുവിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ മാറ്റങ്ങളെ ഞാൻ രേഖപ്പെടുത്തും. ആ വസ്തുവിൻ്റെ നിറവ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസത്തെ ഞാൻ രേഖപ്പെടുത്തും. ആ വസ്തുവിൻ്റെ സൈസിനെ ഞാൻ അതുപോലെ തന്നെ രേഖപ്പെടുത്തും. ഇതുപോലെ തന്നെയാണ് സോഷ്യോളജിയിലും പഠനം നടത്തുന്നത്. നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ബയാസ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ എന്തുണ്ടായിരിക്കും? ഈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ പേഴ്സണൽ ബയാസിൽ നിന്ന് ഫ്രീ ആയിട്ട് നിൽക്കുക. നമ്മൾ ഈ ഒരു വിഷയത്തെ പഠിക്കുമ്പോൾ നമ്മുടെ മതം, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ രാജ്യം, നമ്മുടെ രാഷ്ട്രീയം, ഇതിന്നൊക്കെ മാറിയിട്ട് എന്താണോ അത്, ആ സംഭവം എന്താണോ, സമൂഹത്തിൽ നടന്നിട്ടുള്ള ആ കാര്യം എന്താണോ, അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട് ഈ സോഷ്യോളജിയിൽ പഠിക്കുകയാണ്, അതിനെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും, ചിലപ്പോൾ എനിക്ക് അവരോട് ദേഷ്യമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പഠനങ്ങളിൽ ആ ദേഷ്യം അവരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടായിരിക്കില്ല ഞാൻ എഴുതുക. എനിക്ക് ചിലപ്പോൾ അവരോട് എൻ്റെ കമ്മ്യൂണിറ്റി ആയിരിക്കും, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടം അവരോടുണ്ടായിരിക്കാം. ആ ഇഷ്ടത്തെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവരെ മഹത്വവൽക്കരിച്ചിട്ട് ഇവർ ചെയ്ത ഏതെങ്കിലും മോശം കാര്യത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് എഴുതില്ല, അല്ലെങ്കിൽ അത് എഴുതാതിരിക്കില്ല. എന്താണോ അത് ട്രൂത്ത്ഫുള്ളി, സത്യസന്ധമായി, ഒരു വസ്തുനിഷ്ഠമായിട്ട്, ഒരു വസ്തു എങ്ങനെയാണോ അതുപോലെ ഞാൻ അതിനെ എന്ത് ചെയ്യും? കണക്കാക്കും. ആ സംഭവത്തെ, സാമൂഹിക സംഭവത്തെ ഞാൻ കണക്കാക്കും. അപ്പോൾ എൻ്റെ താല്പര്യങ്ങൾ, ഈ പഠിക്കുന്ന ആളുടെ വ്യക്തിപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പക്ഷപാതങ്ങളും ഒരു ബയാസും എവിടെ ഉണ്ടായിരിക്കില്ല? എൻ്റെ പഠനത്തിലുണ്ടായിരിക്കില്ല. ഫ്രീ ഫ്രം ഇമോഷൻസ്, എൻ്റെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ആ പഠനത്തിൽ ഉൾപ്പെടുത്തില്ല. ഞാൻ ആ പഠനത്തെ വളരെ കൃത്യമായിട്ട്, ഞാൻ ഒരു വസ്തുവിനെ പഠിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതിനോട് ഇമോഷൻസോ എൻ്റെ വൈകാരികപരമായ താല്പര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ടായിരിക്കും ഞാൻ പഠിക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ ഞാനൊരു കാര്യത്തെ ഈ പറയുന്ന ഇമോഷൻസ് എല്ലാം മാറ്റി നിർത്തി, എൻ്റെ വൈകാരിക തലങ്ങളൊക്കെ മാറ്റി നിർത്തി, ഞാൻ പറയാം, അല്ലെങ്കിൽ എൻ്റെ മതത്തിൽപ്പെട്ട ആളല്ലല്ലോ, എൻ്റെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളല്ലല്ലോ, അതുകൊണ്ട് എൻ്റെ പഠന റിപ്പോർട്ടിൽ ഇതൊന്നും വേണ്ട,
ഇങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തില്ല. ഞാൻ എന്താണോ അത് അതുപോലെ തന്നെ പഠിക്കും. ബേസ്ഡ് ഓൺ ഫാക്ട്സ്, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ. എന്താണോ ശരി, അത് എന്താണോ എനിക്ക് പഠിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങൾ, അതിൻ്റെ അകത്ത് ഞാൻ ഒരു തരത്തിലും മായം ചേർക്കില്ല. എൻ്റെ ഇഷ്ടങ്ങളോ എൻ്റെ താല്പര്യങ്ങളോ എൻ്റെ വൈകാരികതയോ ഒന്നും കൊണ്ടുവരില്ല. അങ്ങനെ പഠിക്കുമ്പോഴാണ് അത് ഒബ്ജക്റ്റീവ് ആവുക, വളരെ കൃത്യമായ വസ്തുനിഷ്ഠമായ പഠനമാവുക. അതുകൊണ്ട് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുനിഷ്ഠ പഠനമാണ്. സോഷ്യോളജി ഈസ് ജനറലൈസിങ്. എന്താണ് ജനറലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് വായിച്ചു നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ് വൺ ഇൻഡിവിജ്വൽ, സോഷ്യോളജി സ്റ്റഡീസ് ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, സൊസൈറ്റി ആസ് എ ഹോൾ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ, ഒരു വ്യക്തിയെ പഠിക്കുന്നതിന് പകരം, ഒരു വൺ ഇൻഡിവിജ്വലിനെ, ഒരു വ്യക്തിയെ പഠിക്കുന്നതിന് പകരം സോഷ്യോളജി എന്താ പഠിക്കുന്നത്? ഗ്രൂപ്പുകളെയാണ് പഠിക്കുന്നത്, കമ്മ്യൂണിറ്റികളെയാണ് പഠിക്കുന്നത്. ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഗണങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ സമുദായം എന്ന് നമ്മൾ പറയും. ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനങ്ങളെ പറ്റി പഠിക്കുന്നു. അതായത് സമൂഹത്തെ മൊത്തത്തിൽ, സൊസൈറ്റി ആസ് എ ഹോൾ, സമൂഹത്തെ മൊത്തത്തിലാണ് പഠിക്കുന്നത്, ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ അല്ല പഠിക്കുന്നത്. ഇറ്റ് ഐഡൻറ്റിഫൈസ് ജനറൽ പാറ്റേൺ ഓഫ് സോഷ്യൽ ബിഹേവിയർ. ഈ ഗ്രൂപ്പുകളെയും ഈ കമ്മ്യൂണിറ്റികളെയും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അഥവാ സമൂഹത്തെ മൊത്തത്തിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് സമൂഹത്തിൻ്റെ ഒരു ജനറൽ പാറ്റേൺസിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സമൂഹത്തിലെ ആളുകളുടെ ഒരു പൊതു പാറ്റേൺ, ഒരു ക്രമം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സമൂഹത്തിലെ ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത്, സമൂഹത്തിലെ ഓരോരുത്തരുടെയും രീതികൾ എന്താണ്, ഇതൊക്കെ നമുക്ക് ഒരു ജനറൽ പൊതു പാറ്റേൺ, നമുക്ക് സാമൂഹിക പെരുമാറ്റത്തെ പറ്റിയിട്ട് ഒരു പൊതു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ടാണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ പൊതുവൽക്കരിക്കപ്പെടാൻ പറ്റുന്ന, നമുക്കൊരു സോഷ്യോളജിയിലെ പഠനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പഠനമല്ല, അത് പൊതുവെ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി സോഷ്യോളജി ഈസ് അബ്സ്ട്രാക്റ്റ്. എന്താണ് അബ്സ്ട്രാക്റ്റിൻ്റെ മലയാളം? അമൂർത്തം എന്നാണ് പറയുക. അമൂർത്തം എന്നാണ് പറയുക. എന്താണ് ഈ അമൂർത്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് സ്റ്റഡീസ്, സോഷ്യോളജിയിൽ പഠിക്കുന്നത് റിലേഷൻഷിപ്സ്, വ്യക്തിബന്ധങ്ങളെ പറ്റിയിട്ടാണ്. വാല്യൂസ്, സമൂഹത്തിലുള്ള മൂല്യങ്ങളെ പറ്റിയിട്ടാണ്. നോംസ്, സമൂഹത്തിലുള്ള ചില നിയമങ്ങളെ പറ്റിയിട്ടാണ്, ചില ആചാരങ്ങളെ പറ്റിയിട്ടാണ്. സാമൂഹിക ഘടനയെ പറ്റിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് സമൂഹത്തിനകത്ത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീസ് കനോട്ട് ഓൾവേസ് ബി ഫിസിക്കലി സീൻ ബട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ അനാലിസിസ്. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാമൂഹിക ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ വേണ്ടി പറ്റുമോ? ഇന്നതാണ് സാമൂഹിക ബന്ധം എന്ന് പറഞ്ഞിട്ട് തൊട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇന്നതൊക്കെയാണ് സമൂഹത്തിലെ വാല്യൂസ് എന്ന് നമുക്ക് തൊട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ സമൂഹത്തിലെ നിയമങ്ങൾ, എല്ലാവരും ഇങ്ങനെ സാമൂഹിക നിയമങ്ങൾ അംഗീകരിച്ച് പോകുന്നുണ്ടായിരിക്കും അല്ലേ? എല്ലാവരും ഒത്തിണക്കത്തിലും പല നിയമങ്ങൾ ഒക്കെ പാലിച്ചിട്ടാണ് പോകുന്നത്. അതിൽ നിന്ന് വ്യതിചലിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറ്റകൃത്യങ്ങളിലേക്ക് പോകും. പക്ഷേ സമൂഹത്തിലെ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട്. ഇന്നതൊക്കെയാണ് സമൂഹത്തിലെ നിയമങ്ങൾ നമുക്ക് തൊട്ട് കാണിക്കാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് ഇന്നതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇല്ല. സാമൂഹിക ഘടന എന്താണെന്നും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതുണ്ട്. അപ്പോൾ ഫിസിക്കലി നമുക്ക് ഭൗതികപരമായിട്ട് തൊട്ട് കാണിച്ചു തരാനോ ചൂണ്ടിക്കാണിച്ചു തരാനോ പറ്റില്ല. പക്ഷെ ആ സംഗതികളെല്ലാം അവിടെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അബ്സ്ട്രാക്റ്റ് എന്ന് പറയാം. അതായത് ഒന്നിനെ നമുക്ക് തൊട്ട് കാണിച്ചു തരാൻ പറ്റില്ല. അതായത് മെറ്റീരിയൽ അല്ല, മൂർത്തമല്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനൊന്നും നമുക്ക് തൊട്ട് കാണിച്ചു തരാനോ ഫിസിക്കലി നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമുക്കതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാണാൻ പറ്റില്ല, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ? നമ്മുടെ പഠനങ്ങളിലൂടെ, അനാലിസിസിലൂടെ. അതുകൊണ്ടാണ് സോഷ്യോളജി ഒരു അബ്സ്ട്രാക്റ്റ് സയൻസ് ആണ് എന്ന് പറയുന്നത്, ഒരു അമൂർത്ത ശാസ്ത്രമാണ് എന്ന് പറയാം. ഇനി സോഷ്യോളജി ഈസ് ഡൈനാമിക്. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹശാസ്ത്രം ചലനാത്മകപരമാണ്. എന്താണ് ഡൈനാമിക്? ചലനാത്മകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ഈസ് ഓൾവേസ് ചേഞ്ചിങ്. സമൂഹം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹം സ്റ്റാറ്റിക് അല്ല. അതായത് സമൂഹം എപ്പോഴും ഒരേ അവസ്ഥയിലല്ല, നിശ്ചലമല്ല. സമൂഹം പകരം എന്താണ്? ചലനാത്മകതയാണ് സമൂഹത്തിൻ്റെ പ്രത്യേകത. ചലനാത്മകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് സമൂഹം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദെയർഫോർ സോഷ്യോളജി കണ്ടിന്യൂസ്ലി സ്റ്റഡീസ്. അതുകൊണ്ട് തന്നെ സാമൂഹിക ശാസ്ത്ര പഠനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹശാസ്ത്ര പഠനങ്ങൾക്ക് സോഷ്യോളജിക്കൽ സ്റ്റഡീസിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. കാര്യം പുതിയ പ്രോബ്ലംസ് വരും, പുതിയ സാമൂഹിക പ്രശ്നങ്ങൾ വരും, പുതിയ സാമൂഹിക സ്ഥാപനങ്ങൾ വരും, പുതിയ ടെക്നോളജീസ്, പുതിയ സാങ്കേതിക വിദ്യകൾ വരും, ന്യൂ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. ഇതനുസരിച്ചിട്ട് ആളുകളുടെ പെരുമാറ്റങ്ങൾ മാറും അല്ലേ? ഇപ്പോൾ നമ്മൾ ജെൻസി കാലഘട്ടത്തിലെ ആളുകളുടെ പെരുമാറ്റം നോക്കൂ അല്ലേ?
അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നോക്കൂ അല്ലേ. ഇങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങളായിരിക്കും പുതിയ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ. പുതിയ സ്ഥാപനങ്ങൾ വരുന്നു, പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നു, അതിനനുസരിച്ച് ആളുകളുടെ മാറ്റങ്ങൾ വരും. നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് നോക്കൂ. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മൾ ഗൂഗിൾ പേ ഇങ്ങനെയുള്ള സാമൂഹിക സ്ഥാപനങ്ങളിൽ മൊത്തത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി. നമ്മുടെ ആളുകളുടെ പെരുമാറ്റത്തിലൊക്കെ മാറ്റം വരുത്തി. നമ്മൾ കൂടുതൽ ഒന്നിച്ചിരുന്നിരുന്ന ആളുകൾ ഇപ്പോൾ സ്വന്തം ഫോണിലേക്ക് ഒതുങ്ങുന്നുണ്ട്. ഇതൊക്കെ പുതിയ പുതിയ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. വാട്സപ്പിലായിരിക്കും നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ മനുഷ്യരിലേക്ക് വരുന്നുണ്ട്, സമൂഹത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹം എപ്പോഴും ചേഞ്ചിങ് ആണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ ഡൈനാമിക് ആണ്. സമൂഹം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയും ഇതിനനുസരിച്ചിട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സോഷ്യോളജിയും ഡൈനാമിക് ആണ്. സോഷ്യോളജി ഈസ് റാഷണൽ. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റാഷണലാണ്, യുക്തിപൂർവ്വമുള്ള അല്ലെങ്കിൽ യുക്തിപരതയാണ് സോഷ്യോളജിയുടെ ഒരു റാഷണൽ സയൻസാണ്, ഒരു യുക്തിപൂർവമായിട്ടുള്ള ഒരു സയൻസാണ്, ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് പറയാം. കാര്യം സോഷ്യോളജി ഈ സോഷ്യൽ ലൈഫിലെ സാമൂഹിക ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ലോജിക്കിൻ്റെയും റീസണിൻ്റെയും സയൻറ്റിഫിക് തിങ്കിങ്ങിൻ്റെയും അടിസ്ഥാനത്തിലാണ് പഠിക്കുന്നത്. വെറുതെ തോന്നിയ പോലെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സയൻറ്റിഫിക് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കാര്യം ഡിസ്കസ് ചെയ്തതാണ്. ലോജിക്, യുക്തി, റീസൺ, കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ആ പറയുന്ന സംഭവത്തിൻ്റെ പുറകിലുള്ള യഥാർത്ഥ വസ്തുനിഷ്ഠമായ കാര്യം, അതിൻ്റെ യുക്തി എന്താണ്, അതിനെ നമ്മൾ സയൻറ്റിഫിക്കലി ശാസ്ത്രീയമായിട്ടാണ് ചിന്തിക്കുന്നത്. ശാസ്ത്രീയമായിട്ടാണ് എന്തുകൊണ്ട് ഇന്നതായി എന്നുള്ളത് തോന്നിയ പോലെ അല്ല പഠിക്കുന്നത്. നമ്മൾ സയൻറ്റിഫിക്കലി, ലോജിക്കലി, റീസണിൻ്റെ ബേസിലാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ മിത്തുകളുടെയും സൂപ്പർസ്റ്റിഷൻസിൻ്റെയും അടിസ്ഥാനത്തിലല്ല. മിത്തുകളെന്ന് പറഞ്ഞാൽ അറിയില്ലേ, പണ്ട് നമ്മൾ ഓണം എന്ന് പറയുന്നത് മഹാബലി ഈ പറയുന്ന എന്താ പറയുക, മഹാബലിയെ താഴോട്ടേക്ക് ഭൂമിക്കടിയിലോട്ടേക്ക് എന്ത് ചെയ്താണ് അടിച്ചമർത്തിയതാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ പറഞ്ഞ പോലെ പല മിത്തുകളും നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലല്ല. പല അന്ധവിശ്വാസങ്ങളും പല സൂപ്പർസ്റ്റിഷൻസുകളും സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, സമൂഹത്തെ പഠിക്കുന്നത്. പകരം ലോജിക്കിൻ്റെയും റീസണിൻ്റെയും സയൻറ്റിഫിക് തിങ്കിങ്ങിൻ്റെയും ബേസിസിലാണ്. അതുകൊണ്ട് സോഷ്യോളജി വളരെ റാഷണലാണ്, യുക്തിപരമായിട്ടുള്ളൊരു സബ്ജക്റ്റാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ സോഷ്യോളജി എന്താണ്, അതിൻ്റെ ഒരു സമ്മറി, ഈ ടേബിളിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് ഈ സോഷ്യോളജിയുടെ ക്യാരക്ടറിസ്റ്റിക്സുകളുടെ ഒരു സമ്മറി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോഷ്യോളജി ഒരു സോഷ്യൽ സയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അത് സമൂഹത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. സയൻറ്റിഫിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അത് ശാസ്ത്രീയമായ രീതികളാണ് അവലംബിക്കുന്നത്, സയൻറ്റിഫിക് മെത്തേഡുകളാണ് അവലംബിക്കുന്നത്. എംപിരിക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ബേസ്ഡ് ഓൺ ഒബ്സർവേഷനാണ്, നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, തോന്നിയ പോലെയല്ല. ഒബ്ജക്റ്റീവാണ്, ഫ്രീ ഫ്രം ബയാസ് ആണ് അതിൻ്റെ റീസൺ. കാര്യം എന്താ, വസ്തുനിഷ്ഠപരമായിട്ടാണ്, നമ്മുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, വസ്തുനിഷ്ഠമായി എങ്ങനെയാണോ അങ്ങനെയാണ് പഠിക്കുന്നത്. ജനറലൈസിങ് ആണ്. എന്താ അതിൻ്റെ അർത്ഥം, സ്റ്റഡീസ് പാറ്റേൺ, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പാറ്റേൺ, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു രീതി, അതാണ് പഠിക്കുന്നത്, മൊത്തത്തിലാണ് പഠിക്കുന്നത്. അല്ലാതെ നോട്ട് ഐസൊലേറ്റഡ് ഇവൻറ്റ്സ്, ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളെയോ ഒറ്റപ്പെട്ട ഓരോ വ്യക്തികളെയോ അല്ല, പകരം മൊത്തത്തിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള പാറ്റേണുകളെയാണ് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജനറലൈസിങ് ആണ്. അബ്സ്ട്രാക്റ്റ് ആണ്, അമൂർത്തമാണ്. സ്റ്റഡീസ് റിലേഷൻഷിപ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സമൂഹത്തിലുള്ള നമുക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് എന്താ പറയുക, തൊടാൻ പറ്റാത്ത, എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള സത്യങ്ങളെ, അതായത് സമൂഹത്തിലുള്ള ബന്ധങ്ങൾ, സമൂഹത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇവയൊക്കെയാണ് പഠിക്കുന്നത്. ഡൈനാമിക്കാണ്. സമൂഹം എപ്പോഴും ചലനാത്മകമായിട്ടുള്ള ഒരു സമൂഹത്തെ പറ്റിയാണ്. പുതിയ സമൂഹം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അതുകൊണ്ട് ആ ചേഞ്ചിങ് സൊസൈറ്റിയാണ് പഠിക്കുന്നത്. അത് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹങ്ങളെയാണ് പഠിക്കുന്നത്. എന്തുകൊണ്ട് ഈ മാറ്റം വന്നു, എന്തൊക്കെയാണ് അടുത്ത മാറ്റങ്ങൾ, ഏതൊക്കെ സമൂഹശാസ്ത്രം, സോഷ്യോളജി പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയും ഒരു ഡൈനാമിക് സബ്ജക്റ്റാണ്, റാഷണലാണ്. അതായത് അവിടെ തെളിവുകളെയും ലോജിക്കിനെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ അവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് സോഷ്യോളജി റാഷണലായുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കീവേഡുകൾ പറഞ്ഞു. സോഷ്യോളജി എന്താണ്, സൊസൈറ്റി, സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ബിഹേവിയർ, സോഷ്യൽ ചേഞ്ച്, ഒബ്സർവേഷൻ, സയൻറ്റിഫിക് മെത്തേഡ്, ഒബ്ജക്റ്റിവിറ്റി, എംപെരിക്കൽ, റാഷണാലിറ്റി, സോഷ്യൽ സയൻസ്, ഇങ്ങനെ കുറേ കീവേഡുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വാക്കുകൾ, നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഈ വാക്കുകൾ, നമ്മൾ സാമൂഹിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക പെരുമാറ്റം, സാമൂഹിക മാറ്റം, നിരീക്ഷണം, ശാസ്ത്രീയ രീതികൾ, വസ്തുനിഷ്ഠത, എംപെരിക്കൽ, അമൂർത്ത ശാസ്ത്രം അല്ലെങ്കിൽ അമൂർത്തം,
എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ അനുഭവൈകപരം, എംപിരിക്കൽ, റാഷണാലിറ്റി, യുക്തിപൂർവമായിട്ടുള്ള യുക്തിപരത, സമൂഹശാസ്ത്രം, ഇങ്ങനെയുള്ള കുറേ കീവേഡുകൾ നമ്മളിവിടെ യൂസ് ചെയ്തു. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത്തരം കീവേഡുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയിൽ നിങ്ങളുടെ ഇതിൽ ഉൾപ്പെടുത്തണം. ഇനി നമുക്കിതിനെ മൊത്തത്തിൽ ഈ ചാപ്റ്ററിനെ ഒരു സമ്മറി എടുക്കുകയാണെങ്കിൽ എന്താണ്, സോഷ്യോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്ന് നമ്മൾ കണ്ടതാണ്. സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണെന്ന് നമ്മൾ കണ്ടു. ദ വേർഡ് സോഷ്യോളജി കമ്പൈൻസ് ദ ലാറ്റിൻ വേർഡ് സോഷ്യസ് ആൻഡ് ഗ്രീക്ക് വേർഡ് ലോഗോസ്. സോഷ്യസ് എന്ന ലോഗോസ് എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ നിന്ന്, സോഷ്യസ് ഒരു ലാറ്റിൻ വാക്കാണ്, ഗ്രീക്ക് വാക്കാണ് ലോഗോസ്. ഇതിൽ നിന്നാണ് സോഷ്യോളജി എന്ന് പറഞ്ഞ വാക്കുണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു. സയൻറ്റിഫിക് സ്റ്റഡിയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അഗസ്റ്റ് കൊംതെയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് 1838 കൊണ്ടുവന്നത് എന്ന് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. സോഷ്യോളജി സ്റ്റഡീസ് സോഷ്യൽ റിലേഷൻഷിപ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൾച്ചർ, സോഷ്യൽ പ്രോസസ്സസ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. സമൂഹശാസ്ത്രം പഠിക്കുന്നത് സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സംസ്കാരം, സാമൂഹിക പ്രക്രിയകൾ, അതുപോലെ തന്നെ സാമൂഹിക മാറ്റം എന്നിവയെക്കുറിച്ചിട്ടാണ് എന്ന് നമ്മൾ കണ്ടു. ഇറ്റ് ഫോളോസ് സയൻറ്റിഫിക് മെത്തേഡ്സ് സച്ച് ആസ് ഒബ്സർവേഷൻ, ഡാറ്റ കളക്ഷൻ ആൻഡ് ഒബ്ജക്റ്റീവ് അനാലിസിസ്. സമൂഹശാസ്ത്രം സയൻറ്റിഫിക് മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ഒബ്സർവേഷൻ, ഡാറ്റ കളക്ഷൻ, വിവരങ്ങൾ ശേഖരിക്കൽ, അല്ലെങ്കിൽ ദത്തശേഖരണം നമ്മൾ പറയും, ദത്തശേഖരണം എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ വിവരശേഖരണം എന്ന് പറയും. ഒബ്ജക്റ്റീവ് അനാലിസിസ്, വസ്തുനിഷ്ഠപരമായിട്ടുള്ള വിശകലനമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശാസ്ത്രീയമായ രീതികൾ. ഇതൊക്കെയാണ് സോഷ്യോളജി ഫോളോ ചെയ്യുന്നത്. പിന്നെ സോഷ്യോളജി എന്തിനൊക്കെ നമ്മളെ സഹായിക്കുന്നു? അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റി, സമൂഹത്തെ മനസ്സിലാക്കാൻ. സോൾവ് സോഷ്യൽ പ്രോബ്ലംസ്, സാമൂഹിക പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ, അതിന് അത് പരിഹരിക്കാൻ. പ്രൊമോട്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സാമൂഹിക വികസനം ഉയർത്തിക്കൊണ്ടുവരാൻ ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജിയാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് സോഷ്യോളജി എന്ത് ചെയ്തിട്ടുള്ളത്, വികസിച്ച് വന്നിട്ടുള്ളത്, സോഷ്യോളജി വികസിക്കാനുണ്ടായ കാര്യങ്ങൾ, അതിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം, അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതാണ്. അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അതോടുകൂടിയിട്ട് യൂണിറ്റ് 1 തീരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ടൊക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.